ഹലോ കൂട്ടുകാരെ, മലയാളം കുട്ടിക്കഥകളുടെ ലോകത്തേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥയുടെ പേര് മുത്തശ്ശിയും മാന്ത്രിക കുറ്റിയും. കഥ തുടങ്ങാമല്ലേ? ഒരിടത്ത് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു മുത്തശ്ശിയും അവരുടെ കൊച്ചുമകളും താമസിച്ചിരുന്നു. മുത്തശ്ശിക്ക് വയസ്സായി തീരെ അവശതയിലാണ്. മുത്തശ്ശിയുടെ കയ്യിൽ ഒരു മാന്ത്രിക മുളയേരി കുറ്റിയുണ്ട്. ഈ കുറ്റിയെപ്പറ്റി ആർക്കും അറിയാതെ ഒളിച്ചാണ് മുത്തശ്ശി വെച്ചിരിക്കുന്നത്. മുത്തശ്ശി രാവിലെ സൂര്യൻ ഉദിക്കും മുമ്പേ എഴുന്നേറ്റ് ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മുളയേരി കുറ്റിയോട് പറയും, മുളയേരി കുറ്റി, എനിക്ക് മുന്നാഴി മുളയേരി തരൂ. അപ്പോൾ മുളയേരി കുറ്റി നിറയെ മുന്നാഴി മുളയേരി നിറയും. മുത്തശ്ശി മുളയേരി കൊണ്ട് ചോറും പായസവും ഒക്കെ വെക്കും. മുത്തശ്ശി പായസം പാത്രത്തിൽ നിറച്ച് കൊച്ചുമകളുടെ കയ്യിൽ കൊടുത്തുവിടും. കൊച്ചുമകളാകട്ടെ അത് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും. എന്നിട്ട് പണം കൊണ്ടുവന്ന് മുത്തശ്ശിക്ക് കൊടുക്കും. ആ പണം കൊണ്ട് സുഖമായി അവർ രണ്ടുപേരും കഴിഞ്ഞു പോന്നു. അങ്ങനെയിരിക്കെ അക്കരെ കാട്ടിലെ ഒരു ബന്ധുവിന് സുഖമില്ലാതെയായി. അപ്പോൾ മുത്തശ്ശി ഒരു പാത്രം നിറയെ മുളയേരി പായസവുമായി കൊച്ചുമകളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. കൊച്ചുമകൾക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം എന്താ? നാട്ടിൽ മുഴുവൻ കള്ളന്മാരാണ്. പക്ഷേ മുത്തശ്ശി കൊച്ചുമകളെ നിർബന്ധിച്ചു പറഞ്ഞു വിട്ടു. ഇതെല്ലാം കണ്ട് വീട്ടിനിപ്പുറത്തെ കുറ്റിക്കാട്ടിൽ ഒരാൾ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ആരാണെന്നല്ലേ? ദുഷ്ടനായ പൊക്കൻ എന്ന കള്ളൻ. മുത്തശ്ശിയുടെ മാന്ത്രിക കുറ്റി തട്ടിയെടുക്കാൻ വന്ന കള്ളനായിരുന്നു അവൻ. ഇതാണോ പറ്റിയ തക്കം? കൊച്ചുമകൾ വരും മുൻപ് മാന്ത്രിക കുറ്റി മോഷ്ടിക്കണം. പൊക്കൻ മനസ്സിലോർത്തു. അവൻ രാത്രിയാകാൻ വേണ്ടി കാത്തിരുന്നു. അങ്ങനെ രാത്രിയായി. മുത്തശ്ശി ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ പൊക്കൻ മെല്ലെ വീടിന്റെ കതക് പൊളിച്ചുള്ളിൽ കയറി. ആദ്യത്തെ കാൽ വെച്ചപ്പോഴേ പൊക്കൻ തെന്നി നീലത്തും മറിഞ്ഞു വീണു. കള്ളന്മാർ കയറുമെന്ന് ബുദ്ധിമതിയായ മുത്തശ്ശിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് വീടിനുള്ളിൽ കതകിന് പിന്നിലായി അവർ ധാരാളം എണ്ണ ഒഴിച്ചിട്ടിരുന്നു. കൂടാതെ ധാരാളം കുപ്പിച്ചില്ലുകളും വിതറിയിരുന്നു. എണ്ണയിൽ വഴുതി വീണ പൊക്കന്റെ ദേഹത്ത് മുഴുവനും കുപ്പിച്ചില്ല് കൊണ്ട് കയറി. ഒച്ച കേട്ട് വന്ന മുത്തശ്ശി നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി. കള്ളം പൊക്കനെ നാട്ടുകാർ പിടിച്ചുകൊണ്ടുപോയി. നല്ല ഇടിയും കൊടുത്തു. പിന്നെ പൊക്കൻ കക്കാനും മോഷ്ടിക്കാനും ഒന്നും പോകാതെ നല്ലവനായി ജീവിച്ചു. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ഈ കഥയുടെ ഗുണപാഠം കമന്റ് ചെയ്യുമല്ലോ അല്ലേ? കഥ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുതേ. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.